ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ഫ്രിഡ്ജ് ക്ലീൻ ആക്കും, എല്ലാവരുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിലില്ലേ, മാസം ഒരു തവണയെങ്കിലും ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിരിക്കണം. എന്നാലാണ് നമ്മുടെ ഫ്രിഡ്ജ് അകത്ത് ഉള്ള സാധനങ്ങളൊക്കെ ഇല്ലേ എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പൊ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഇതാ ഫ്രണ്ട്സ്, ഫ്രിഡ്ജിനകത്ത് കണ്ട ഇത്രയും സാധനങ്ങളുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് 1 by 1 ക്ലീൻ ചെയ്ത് എടുക്കാൻ. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് പവർ ഓഫ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ ഈ ഓരോരോ സാധനങ്ങൾ പുറത്തെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ സ്വിച്ച് പവർ ഓഫ് ചെയ്യേണ്ട കാരണം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഐസ് കട്ടകളൊക്കെ ഉണ്ടാവും കേട്ടാ. ഇതൊന്ന് നമ്മൾ പുറമെ ഉള്ളത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഐസ് കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞു വരും. അപ്പൊ നമുക്ക് ലാസ്റ്റ് അതിനകത്ത് ഫ്രീസറിനകത്ത് ക്ലീൻ ചെയ്യാം കേട്ടാ. അപ്പൊ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് വെള്ളവും 2 ഡ്രോപ്പ് ഡെറ്റോൾ ഒഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ ഉള്ളില് പാലിന്റെ പാടയില്ലേ, പാല് തിളപ്പിക്കുമ്പോ വരുന്ന ആ പാടയില്ലേ, അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഉള്ളവർക്ക് അറിയായിരിക്കാം. നമുക്ക് നെയ്യ് എടുക്കാനാണ് കേട്ടാ. അപ്പൊ ഇത് ഏകദേശം ഫില്ലാവുന്ന സമയത്ത് നമ്മൾ വെണ്ണയാക്കി എന്നിട്ട് നെയ്യ് ഒരുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പൊ അതും കൂടി മാറ്റി വെക്കാം. ഫ്രണ്ട്സ്, ഫ്രീസറിന്റെ അകത്ത് കണ്ടില്ലേ ഐസുകൾ ഇതാ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയത് ഞാൻ എടുത്തത് അതിലിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള സാധനം കിട്ടുന്നില്ല. അപ്പൊ അത് അലിഞ്ഞു പോകും. അതുവരെ അവിടെ ഇരുന്നോട്ടെ. ഞാൻ തുറന്നു വെച്ചത് കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് അലിയും. അപ്പോഴേക്ക് നമുക്ക് താഴെ ഉള്ളവിടെയൊക്കെ വൃത്തിയാക്കാം കേട്ടോ. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, മുകളിലൊക്കെ കഴിഞ്ഞു, താഴെയും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇത് സ്ക്രാച്ച് ആണ് കേട്ടോ. നമ്മള് വെജിറ്റബിൾസ് വെക്കുന്ന ആ ട്രേ ഇല്ലേ, അതിങ്ങനെ നീക്കുന്ന സമയത്തുള്ള സ്ക്രാച്ച് ആണ്. ഇത് പോവില്ല കേട്ടോ. ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ പോകുന്നില്ലതാ. അപ്പൊ നമ്മ ഏകദേശം ഇതിന്റെ ഉള്ളിലൊക്കെ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് വൃത്തിയാക്കാം. ഫ്രണ്ട്സ്, നമുക്ക് നേരത്തെ ഇല്ലേ കുറെ ഐസ് കട്ട അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു എടുക്കാൻ കിട്ടാണ്ട്. അതിപ്പോ അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മാറ്റിയിട്ട് അവിടെയും കൂടി വൃത്തിയാക്കണമല്ലോ. അപ്പൊ അതും കൂടി ചെയ്യാട്ടാ.
ഉള്ളിൽ എല്ലാവരുടെയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഉള്ളു മാത്രം ക്ലീൻ ചെയ്താൽ പോരല്ലോ, പുറത്തും കൂടി ക്ലീൻ ചെയ്യണ്ടേ, അതും കൂടി ചെയ്യാട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഉള്ളിലും പുറത്തൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ ഉള്ളിൽ വെക്കണ്ടേ, അപ്പൊ അതും കൂടി നമുക്ക് വൃത്തിയിൽ വെക്കാട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, നല്ല ടയേർഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണണ്ടേ. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടച്ചു വെക്കട്ടെ കേട്ടോ. അപ്പോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇന്നത്തെ ക്ലീനിങ് സെക്ഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങളും വീട്ടില് മാസത്തില് ഒരു 2 തവണ അല്ലെങ്കിൽ 1 തവണയെങ്കിലും വീട്ടില് നമ്മുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കി വന്ന ഫംഗസും കാര്യങ്ങളൊന്നും വരാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.